ഇൻഷാ അല്ലാഹ് ഖുതുബുൽ സി.എം. അബീബക്കൽ മടവൂരി ഖദ്ദസല്ലാഹു തആല സിർറസി തങ്ങളുടെ 35ാമത്തെ ഉറൂസ് നമ്മുടെ സി.എം. മസ്ജിദ് കമ്മിറ്റിക്ക് കീഴിൽ വളരെ സന്തോഷത്തോടുകൂടി നടത്തുകയാണ്. ഒരുപാട് സഹോദരിമാർ നമ്മുടെ ഈ പരിപാടിയിൽ സംബന്ധിച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് മുഅ്മിനീങ്ങൾ നമ്മുടെ ഈ മജ്ലിസിൽ പങ്കെടുത്തിട്ടുണ്ട്. പലവിധ ഉദ്ദേശങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മുടെ ഈ മജ്ലിസിൽ വന്നവർ, നേർച്ചയാക്കിയവർ, എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് അവസാനത്തിൽ ബഹുമാനപ്പെട്ട നമ്മുടെ PT ഉസ്താദ് നമുക്ക് വേണ്ടി ദുആ ചെയ്യും. നേരത്തെ സഖാഫി ഉസ്താദ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിലേക്ക് ഉപകരിക്കപ്പെടുന്ന ഒരുപാട് വിഷയങ്ങൾ ഉസ്താദ് അവർകൾ നമുക്ക് ഓർമ്മപ്പെടുത്തി തന്നു. വമുജാലസാത്തു സ്വാലിഹീനൽ ഫുള്ളല, സജ്ജനങ്ങളോടുള്ള സഹവാസം, അത് എന്നും നമ്മുടെ ദുനിയാവിലും ആഖിറത്തിലൊക്കെ വിജയം ലഭിക്കാൻ വലിയ നിദാനമായ ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഏത് ഔലിയാക്കന്മാരുടെ പേരിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഏത് മജ്ലിസുകളിലും നമ്മുടെയൊക്കെ നിറസാന്നിധ്യം നമ്മൾക്ക് ഉണ്ടാവണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനു തറാ മാ ലാ യറാഹു നാദിറൂന, നമ്മൾക്ക് കാണാൻ കഴിയാത്തത് കാണാൻ കഴിയുന്ന മഹാന്മാരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ. നമ്മുടെ ചെവി കൊണ്ട് ശ്രവിക്കാൻ കഴിയാത്തതിൻ്റെ അപ്പുറത്തേക്ക് ശ്രവിക്കാൻ കഴിയുന്നവരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ. അപ്പം അത്രയും വലിയ മഹത്വമുള്ള മഹാന്മാരായ ഔലിയാക്കന്മാർ, അവരെ സ്മരിക്കുകയും അവരുടെ പേരിൽ മൗലിദുകൾ പാരായണം ചെയ്യുകയും ചെയ്യുന്ന മജ്ലിസുകൾ എത്ര മഹത്വമുള്ള മജ്ലിസാണ്. ഒരു ചെറിയൊരു സംഭവം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അബൂ യസീദ് ബിസ്താമി റളിയല്ലാഹു അൻഹു ഔലിയാക്കൾ വലിയ മഹത്വമുള്ള മഹാനായിരുന്നു. മഹാനവറുകൾ വളർന്നു വലുതായി. മഹാനവറുകൾ പ്രായപൂർത്തിയെത്തിയപ്പോ മഹാനവറുകൾ ഒരു ദിവസം ഉമ്മയുടെ ചാരത്ത് വന്നിട്ട് പറയുന്ന ഒരു ചെറിയൊരു സംഭവം കിതാബിലൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. എന്താ ഉമ്മാന്റെ ചാരത്ത് വന്നിട്ട് പറയുന്നത്? ഉമ്മ, എനിക്ക് ഇബാദത്ത് ചെയ്യുമ്പോൾ ഇബാദത്തിൽ ഒരു ലദ്ദത്ത് ലഭിക്കുന്നില്ല, രസം കിട്ടുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഹറാമായത് വല്ലതും ഭക്ഷണമായിട്ടോ മറ്റോ നിങ്ങൾ കഴിക്കുകയോ കുടിക്കുകയോ ചെയ്തിട്ടുണ്ടോ ഉമ്മ എന്ന് ബഹുമാനപ്പെട്ട അബൂ യസീദ് ബിസ്താമി തങ്ങള് ഉമ്മയുടെ ചാരത്ത് വന്ന് പറഞ്ഞപ്പോ ഉമ്മ ഒരുപാട് ആലോചിച്ചു. ഉമ്മ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് പൊരുത്തപ്പെടാത്തത് ഭക്ഷിച്ചതായി എൻ്റെ ഓർമ്മയിൽ ഇല്ല. പക്ഷേ മോനെ, നിന്റെ പ്രിയപ്പെട്ട ഉപ്പ ചെറിയ പ്രായത്തിൽ തന്നെ വഫാത്തായപ്പോൾ ഉമ്മയാകുന്ന ഞാൻ നിന്നെ പോറ്റു വളർത്തിയത് നമ്മുടെ നാട്ടിലുള്ള പ്രമാണിയായ ഒരു മനുഷ്യന്റെ വീട്ടിൽ വീട്ടുജോലി ചെയ്തുകൊണ്ടാണ് മോനെ. അങ്ങനെ അവിടെ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടും അവിടത്തേക്ക് വീട്ടു ജോലികൾ ചെയ്തു കൊടുത്തും പ്രിയപ്പെട്ട മകനാകുന്ന നിന്നെ ഞാൻ വളർത്തിക്കൊണ്ടുവരുമ്പോ ഒരു ദിവസം അവിടുന്ന് ഭക്ഷണം വെക്കാനുള്ള അരി അളന്നെടുക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു അരിമണി എടുത്തിട്ട് വായിലേക്ക് ഇട്ടത് ഓർമ്മയുണ്ട്. അത് ആ വീട്ടുകാരുടെ പൊരുത്തമില്ലാതെയായിട്ടാണ് ഞാനത് കഴിച്ചത് എന്ന് പറഞ്ഞപ്പോ അബൂ യസീദ് ബിസ്താമി തങ്ങള് ഉമ്മയോട് പറയുന്നു, ഉമ്മ, എങ്കിൽ നിങ്ങൾക്ക് ആ വീട്ടുകാർ ഓർമ്മയുണ്ടോ? ഉണ്ട്. എന്നാൽ നിങ്ങൾ ആ വീട്ടുകാരെ ചാരത്ത് പോയിട്ട് നിങ്ങൾ ആ അരിമണി അവരുടെ സമ്മതമില്ലാതെ വായിലേക്ക് ഇട്ടത് നിങ്ങളൊന്ന് പൊരുത്തപ്പെടിക്കുമോ ഉമ്മ? ആ ഉമ്മ നേരെ ആ വലിയ മുതലാളിയായുടെ വീട്ടിലേക്ക് ചെല്ലുകയും അവരുടെ ചാരത്ത് ചെന്നിട്ട് ഒരു അരിമണി അവരുടെ സമ്മതമില്ലാതെ പൊരുത്തമില്ലാതെ ഭക്ഷിച്ചത് പൊരുത്തപ്പെടിക്കുകയും ചെയ്ത് ഈ മകന്റെ ചാരത്ത് ആ സന്തോഷം അറിയിച്ചപ്പോൾ അപ്പോഴാണ് അബൂ യസീദ് ബിസ്താമി തങ്ങൾ പറഞ്ഞത്, ഇപ്പൊ എനിക്ക് ഇബാദത്തിന് വലിയ രസം കിട്ടുന്നുണ്ട്, എനിക്ക് ഇബാദത്തിന് ഖുശൂ കിട്ടുന്നുണ്ട് എന്ന് ആ ഉമ്മയോട് മകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രമാത്രം വലിയ സൂക്ഷ്മത പാലിച്ചുകൊണ്ടാണ് ഔലിയാക്കന്മാരൊക്കെ ജീവിതത്തിലേക്ക് വളർന്ന് വളർന്ന് പന്തലിച്ചത് എന്ന് ചരിത്രത്തിന്റെ താളുകൾ എടുത്തു മറിച്ചു നോക്കുമ്പോ നമുക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റുമെങ്കിൽ
നമ്മുടെ ജീവിതം വിശുദ്ധമാകണമെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. അതിന് നല്ല ആളുകളോടുള്ള സഹവാസം, നമ്മുടെ ഖൽബ് ശുദ്ധിയാകാൻ, നമ്മുടെ മാനസികമായ ടെൻഷൻ അകറ്റാൻ, നമ്മുടെ ജീവിതം തന്നെ പരിശുദ്ധമാകാൻ അത് വലിയ സബബാകുമെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കി ഈ ഒരു മജ്‌ലിസിൽ നാം ഇരിക്കുമ്പോൾ നമ്മുടെ ഖൽബ് ശുദ്ധിയാകണം. അതുപോലെ നമ്മുടെ ഒരുപാട് നീറുന്ന പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഈ മജ്‌ലിസ് കാരണം നമുക്ക് ലഭിക്കണമെന്ന നല്ല നിയ്യത്തോടുകൂടി എല്ലാവരും ഈ മജ്‌ലിസിൽ പങ്കെടുക്കുക, ഇവിടെ ഇരിക്കുക. അള്ളാഹു നമുക്കൊക്കെ CM വലിയുള്ളാഹിയുടെ മദദും അവിടുത്തെ നസ്റും അവിടുത്തെ നളറും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇരിക്കുന്ന സമയത്തൊക്കെ ആ മഹാന്റെ ഒരു പൊരുത്തം നമുക്ക് ലഭിക്കണമെന്ന നല്ല നിയ്യത്തോടുകൂടി ഈ മജ്‌ലിസിൽ ഇരിക്കുക. ആ ഒരു അർത്ഥത്തിൽ അള്ളാഹു നമ്മുടെ ഈ മജ്‌ലിസ് സ്വീകരിക്കുമാറാവട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ബഹുമാനപ്പെട്ട PT ഉസ്താദിനെ ശൈഖുനയുടെ ചരിത്ര സംഭവങ്ങളൊക്കെ അയവിറക്കിക്കൊണ്ട് പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദ് അവർകൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ഉസ്താദ് അവരുടെ പ്രഭാഷണം ഇവിടെ ആരംഭിക്കുന്നു. ആദരവോടെ ക്ഷണിക്കുന്നു.